കാണാതെ കണ്ടാലും മനസ്സിലാവും, എങ്കിലും ഫസ്റ്റ് കണ്ടിട്ട് കാണുക. വീണ്ടും പറയുന്നു, ലോജിക്കൊക്കെ ഓവറായിട്ട് ചിന്തിക്കുന്നവർ അതൊക്കെ മാറ്റി വെച്ച് കാണുക, അതാവും നല്ലതെന്ന് തോന്നുന്നു. അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീക്വൻസ് ആയിരുന്നു ഏറ്റവും നല്ലത്. അവരുടെ ഡാൻസ് സീക്വൻസും കോമ്പിനേഷൻ സീക്വൻസും അതായിരുന്നു ഏറ്റവും നല്ലത് പടത്തിൽ. ഫസ്റ്റിന് അത്ര പോരാ, അത്ര കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. കണ്ടിരിക്കാം, വലിയ മോശപ്പെട്ട പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കൂളിയും ഫസ്റ്റ് ഡേ കണ്ടായിരുന്നു, ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. അതിനെ രണ്ടും ഏകദേശം ഒരേപോലത്തെ ആവറേജ് പടങ്ങൾ, എൻജോയബിൾ, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീക്വൻസ് ആയിരുന്നു ഏറ്റവും നല്ലത്. അവരുടെ ഡാൻസ് സീക്വൻസും കോമ്പിനേഷൻ സീക്വൻസും അതായിരുന്നു ഏറ്റവും നല്ലത് പടത്തിൽ. പിന്നെ ഇവരുടെ ക്യാരക്ടേഴ്സ്, ജൂനിയർ NTRയുടെ ഒരു ടെമ്പറിൻ്റെ ആ റോള് പിടിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഹൃത്തിക് റോഷൻ എന്തായിരുന്നു, ടിപ്പിക്കൽ ഹൃത്തിക് റോഷൻ നല്ല രീതിയിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. എൻജോയബിൾ പടമാണ്. വാർ 2 രണ്ടുപേരും പക്കായിട്ടുണ്ട്. പക്ഷേ വാർ 1 അത്ര പോരാ, നമുക്ക് കിട്ടില്ല. അവസാനത്തെ ഒരു അരമണിക്കൂറാണ് സ്പൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റിന് അത്ര പോരാ, അത്ര കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. ഇല്ല, NTR കട്ടൊക്കെയാണ് നിൽക്കുന്നത്. NTR ആണ് ഒരു അല്പം നമുക്ക് മുൻഗണനയായിട്ട് നിൽക്കുന്നത്. കൊള്ളാം. अच्छा मूवी था, लाइक मूवी अच्छा रहा हो. बाकी ऋतिक रोशन का एक्टिंग अच्छा था, डांस भी अच्छा है और JR&T का दोनों का अच्छा है. പടം ആവറേജ് ആണ്. ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രിക്ട്ലി ആവറേജ് ആണ്. കാരണം ഫസ്റ്റ് പാർട്ടൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഇത് നോക്കുമ്പോൾ ലോജിക് ഇഷ്യൂസ് ഉണ്ട്. ചില ഫൈറ്റ് ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ ലോജിക്ക് പരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അത് മലയാളികൾക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നോർത്തിലൊക്കെ ചിലപ്പോൾ അവർ കൈയടിക്കുമായിരിക്കും. കാരണം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും നോർത്തിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു സീക്വൻസിനൊക്കെ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട്. നമുക്ക് അത്രത്തോളം ഡൈജസ്റ്റ് ആവില്ല. പിന്നെ ടോട്ടലി ഒരു ആവറേജ് ഫീൽ, മോശമല്ലാത്തൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ പെർഫോമൻസ് ഏറ്റവും നന്നായിരിക്കുന്ന ഹൃത്തിക് റോഷൻ തന്നെയാണ്. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗൊക്കെ അടിപൊളി. ജൂനിയർ NTR പറ്റും പോലെ പിടിച്ചിരിക്കുന്നുണ്ട്, ഫൈറ്റിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും. ഓവറോൾ നോക്കുമ്പം ഫസ്റ്റിൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു പടം കാണുന്നവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് കാണുന്നതാവും നല്ലത്. ഫസ്റ്റിൽ നിന്ന് കുറച്ച് റെഫറൻസ് കാര്യങ്ങളുണ്ട്, കാണാതെ കണ്ടാലും മനസ്സിലാവും, എങ്കിലും ഫസ്റ്റ് കണ്ടിട്ട് കാണുക. വീണ്ടും പറയുന്നു, ലോജിക്കൊക്കെ ഓവറായിട്ട് ചിന്തിക്കുന്നവർ അതൊക്കെ മാറ്റി വെച്ച് കാണുക, അതാവും നല്ലതെന്ന് തോന്നുന്നു.